കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകലാശില്പി. പൊന്നു കൊണ്ട് താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി. വെണ്ണിലാവാലിൻ ചുമരിൽ വെൺകനിയും പൂശി. ബാബാ നീ എൻ കുളിരേ, ബാബാ നീ കൺകുളിരേ, ബാബാ നീ എൻ കുളിരേ, ബാബാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. കണ്ണിക്കായ്ക്കുമെൻ്റെ മാവിൽ അണ്ണാ കണ്ണാവായോ, കണ്ണിമാങ്ങായൊന്നെനിക്കു താഴെ വീട്ടിത്തായോ. എൻ്റെ കളി വീട്ടുമുറ്റത്തുണ്ണികൾ തന്മേളം. എന്നും ഓണം പന്തടിച്ച് പാടിയാടും വേണം. ബാബാ നീ എൻ കുളിരേ, ബാബാ നീ കൺകുളിരേ, ബാബാ നീ എൻ കുളിരേ, ബാബാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. La 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 la. എൻ്റെ മുറ്റത്തെന്നുമെന്നും പൂവുകൾ തൻ നൃത്തം. എന്റെയുമൽ പാവകൾ തൻ വൃന്ദഗാനമേളം. വെൺചിറകു വീശി വീശി ദേവദൂതർ എത്തും. മുന്തിരിത്തേൻ പാത്രവുമായി ഞങ്ങളൊത്തു പാടും. ബാബാ നീ എൻ കുളിരേ, ബാബാ നീ കൺകുളിരേ, ബാബാ നീ എൻ കുളിരേ, ബാബാ നീ കൺകുളിരേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. താങ്ക് യു ശിവ. അജയ് ആൻഡ് ബി ലക്ഷ്മി, നിങ്ങൾ രണ്ടുപേരുടെയും ടോട്ടൽ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് വെരി ഇംപ്രസീവ്. നിങ്ങൾ രണ്ടുപേരും ഇറ്റ് വാസ് എ വെരി പ്ലേഫുൾ ആക്ട്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്താണ് പാടിയത്. ശരിക്കും ഒരു നഴ്സറി റൈമൊക്കെ പാടുമ്പോൾ പിള്ളേർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, ഒരു ഫീലില്ലേ, അതുമാതിരിയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്താണ് ഇത് പെർഫോം ചെയ്തത്. ഈ ഒരു കാലഘട്ടത്തിലെ പാട്ട് ഇന്ന് പെർഫോം ചെയ്യുമ്പം മിനിമൽ കൊറിയോഗ്രാഫി, മേക്കിംഗ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, നല്ല നിങ്ങൾ രണ്ടുപേരും ശരിക്കും ടൈം ചെയ്ത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ
ഇൻഡിവിജ്വൽ അല്ല, രണ്ടുപേർക്കും ഒരേ കുഴപ്പമാണ് എനിക്ക് തോന്നിയത്. പാട്ടിൽ ചിലപ്പോൾ കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കാം. പിച്ചിങ് രണ്ടുപേരും തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൊറിയോഗ്രാഫി വെച്ചിട്ട് അതൊരിക്കലും പിച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ളൊരു കൊറിയോഗ്രാഫി അതുകൊണ്ടല്ല, ഈ പെർഫോമൻസ് കാരണം വന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധ കുറച്ചും കൂടെ വെക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഇത്രയും മിനിമലായിട്ട് ചെയ്യുമ്പോഴും പാട്ടിന് മുകളിൽ ഫോക്കസ് പോകരുത്. പാട്ട് അതുമാതിരി തന്നെ നമ്മളെ കൺട്രോൾ ഉണ്ടാവണം. അജയുടെ അനുപല്ലവി ചരണം തുടങ്ങുന്ന ആ ഒരു വാക്ക് എലിജിബിളായിരുന്നില്ല, ആ വേർഡിൻ്റെ ക്ലാരിറ്റി. പക്ഷേ അറ്റ് ദ സെയിം ടൈം വാ വാ എന്നൊക്കെ പറയുമ്പം ശരിക്കും സ്ട്രെസ് ചെയ്ത ഒരു ഹിന്ദി അപ്രോച്ചായിരുന്നു അതിനോട്, അല്ലേ? ആ ലൈൻ വരാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യുക ചിരിക്കാനായിട്ട്. പക്ഷേ അതൊക്കെ ശരിക്കും വളരെ ഒരു ആറ്റിറ്റ്യൂഡ് മാതിരിയായിരുന്നു എടുത്തത്. പക്ഷേ അത്രയും ക്ലാരിറ്റി അതിൻ്റെ ഫസ്റ്റ് ലൈൻ കേൾക്കുന്നില്ല. അപ്പം ഒരേ ക്ലാരിറ്റി ലിറിക്സിന് എല്ലാ ത്രൂ ഔട്ട് ദ സോങ് മെയിൻറ്റെയിൻ ചെയ്യണം. ബി ലക്ഷ്മി ഞാൻ പറഞ്ഞു, പിച്ചിങ് ഓവറോൾ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം. ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ബാലു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തു ശരിക്കും നിങ്ങളുടെ പെർഫോമൻസ്. നല്ല പെർഫോമൻസ് ആയിട്ട് നല്ല ഭയങ്കര പ്ലീസിങ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ. രണ്ടുപേരും നല്ല പ്ലസൻ്റ് ആയിരുന്നു. പിന്നെ വാൽവ് റേഡിയോ അല്ലേ, അതുപോലെ പാടി പാടി വാൽവ് റേഡിയോ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം പിച്ച് ശരിയല്ല, പാടി പാടി ചൂടായി വരണം പിച്ചൊന്ന് ശരിയാവാനായിട്ട്. അത് കുഴപ്പമില്ല. പക്ഷേ അനുപല്ലവി പോർഷനൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ശരിയായി, ആ പിച്ചിലോട്ടങ്ങ് എത്തി. പിന്നെ എനിക്ക് നിങ്ങൾ ചേർന്ന് പാടുന്ന പോർഷനൊക്കെ അല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ. അവിടെ നമ്മൾ മാറി നിൽക്കുന്നില്ലായിരുന്നു, അതൊക്കെ അപ്രീഷിയബിളാണ്. പിന്നെ പ്ലേസ്മെൻറ്റ് നിങ്ങൾ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് തോന്നി. നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് സ്റ്റേജിൽ നിങ്ങൾ ഈ കറങ്ങി തിരിഞ്ഞ് വരലൊക്കെ ഉണ്ടായിരുന്നില്ലേ ലാലാലാകെ പാടിയപ്പോൾ, അതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് തോന്നി. ഓക്കെ, വേറെ ഒരുപാട് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല, ശരിക്കും എൻജോയ് ചെയ്തു. ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. അലജി? ഞാൻ പറയാൻ വിചാരിച്ച മുഴുവൻ അവർ രണ്ടുപേരും കൂടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ സന്തോഷം സാംക്രമികമാണ്, കണ്ടേജിയസ് ആണ്. എന്താ അത് നിങ്ങളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ അത് ചുറ്റുമുള്ള ആളുകളിലേക്കും പടരും. അത് വളരെ വിജയകരമായിട്ട് സംഭവിച്ചു. പിന്നെ എനിക്ക് തോന്നിയത് രണ്ടുപേരുടെയും ശബ്ദം എനിക്ക് പഴയ കാലത്തെ ശബ്ദം തന്നെ തോന്നി. നേരത്തെ പറഞ്ഞ വാൾ റേഡിയോ എന്ന് പറയുന്നത് റേഡിയോ എന്ന് കേട്ട പോലെ ഉണ്ടായിരുന്നു. അത് ഫീൽ ചെയ്തു, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. നമ്മൾ പെർഫോമൻസ് റൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ ആ ഒരു ഫേസിലുള്ളതും നമ്മുടെ മൈൻഡിലുള്ളതായിട്ടുള്ള ആ ഒരു എനർജി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ നന്നായിട്ട് ചെയ്തു. വളരെ സന്തോഷമായി. പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നിയത്, ബി ലക്ഷ്മിയുടെ സോളോ പെർഫോമൻസിനേക്കാളും വളരെയധികം ഫാർ ബെറ്ററായിട്ട് പിച്ചിങ് ഇതിനകത്ത് തോന്നി. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. പക്ഷേ അതിൽ ശരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു പെർഫോമൻസിൽ കാണാനായിട്ട് സാധിച്ചു. പിന്നെ അജയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലോ രജിസ്റ്ററിലുള്ള സാധനങ്ങൾ പാടുമ്പോഴാണ് ആ ഒരു കൺട്രോൾ കുറച്ച് പോയതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു റേഞ്ചിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിച്ച് വ്യത്യാസം വേരിയേഷൻ വരാതെ പ്രാക്ടീസ് ചെയ്യണം. ഓവറോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്.